ഏവർക്കും നമസ്കാരം. കേരള PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ. അതിലാദ്യത്തെ കലാപമായ അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. നടന്ന വർഷം 1697. 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? ആൻസർ അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? ആൻസർ 1697. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. അഞ്ചുതെങ്ങ് കലാപത്തിലേക്ക് നയിച്ച വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1615 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെത്തി അവർ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മുടെ കേരളം സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയാണ്. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിക്കുകയും അത് സൂക്ഷിക്കുന്നതിനും ഒരു പണ്ടകശാല നിർമ്മിക്കണമെന്ന് അവർ മനസ്സിലാക്കി. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ആരെ സമീപിച്ചു? ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയെ സമീപിച്ചു. വേണാട് ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. ഉമയമ്മ റാണിക്ക് പാരിതോഷികങ്ങളും സമ്മാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നൽകി ഉമയമ്മ റാണിയെ സ്വാധീനിച്ചുകൊണ്ട് 1684 പണ്ടകശാല നിർമ്മിക്കുന്നതിനുള്ള അനുമതി വാങ്ങി. 1690 അഞ്ചുതെങ്ങ് കോട്ട പണി ആരംഭിച്ചു. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായി. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട പണിയെഴുപ്പിച്ചതെന്നാണ്? 1695. കോട്ടയുടെ പണി പൂർത്തിയായതിനു ശേഷം ബ്രിട്ടീഷുകാർ വീണ്ടും ഉമയമ്മ റാണിയെ സ്വാധീനിച്ചുകൊണ്ട് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കി. അതായത് ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് മാത്രമേ അവർക്ക് കുരുമുളക് വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ കച്ചവടത്തിൻ്റെ മുഴുവൻ കൺട്രോളും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഇത് കർഷകരെ വളരെയധികം രോക്ഷാകുലരാക്കുകയാണ് ഉണ്ടായത്. കൂടാതെ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി കഴിഞ്ഞപ്പോൾ കോട്ടയ്ക്ക് ചുറ്റും സൈനികരെ വിന്യസിച്ചു. ആ കോട്ടയുടെ സുരക്ഷയ്ക്കായിട്ട് സൈനികരെ വിന്യസിച്ചു. ഈ സംഭവം ആ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുകയും ജനങ്ങൾ രോക്ഷാകുലരാകുകയും ചെയ്തു. ഈ 2 സംഭവങ്ങളാണ് അഞ്ചുതെങ്ങ് കലാപത്തിലേക്ക് നയിച്ചത്. ആദ്യം നമ്മൾ പറഞ്ഞു കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം ചോദിച്ചാൽ ആൻസർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അങ്ങനെ രോക്ഷാകുലരായ ജനങ്ങൾ 1697 അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചു. ഈ ആക്രമണത്തിന് ഒരു സംഘടനയുടെ പിൻബലമോ അല്ലെങ്കിൽ ഒരു നേതാക്കളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കലാപം ബ്രിട്ടീഷുകാർ വളരെ പെട്ടെന്ന് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ്? 1697. 1695 അഞ്ചുതെങ്ങ് കോട്ട പണിയെഴുപ്പിച്ചു. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നു. അപ്പോൾ ഓർമ്മിക്കുക, 1684 ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് പണ്ടകശാല നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകി. 1690 അഞ്ചുതെങ്ങ് കോട്ട പണി ആരംഭിച്ചു. 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായി. 1697 എന്ത് നടന്നു? അഞ്ചുതെങ്ങ് കലാപം നടന്നു. ഇനി നമുക്ക് അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിൽ സ്ഥാപിച്ച കോട്ട ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ല. അഞ്ചുതെങ്ങ് കലാപ സമയത്തെ വേണാട് ഭരണാധികാരി രവിവർമ്മ. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.